വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ ഭൂവേദിയിലോശാന. ഏറ്റവും സ്നേഹമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ, ഇന്ന് 13/4/2025 ഓശാന ഞായറാഴ്ച. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും തങ്ങളുടെ കുടുംബങ്ങളിൽ കുരുത്തോല പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാമുഖരിതമായ ദിവസമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ, തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള കോൺവെൻറ്റുകളിലോ ഒക്കെ ക്രൈസ്തവ ജനത ഒന്നിച്ചുകൂടി തങ്ങളുടെ നാഥൻ കഴുതപ്പുറത്ത് എഴുന്നള്ളിയതിൻ്റെ ആ ഓശാന വീണ്ടും പുനരാവിഷ്കരിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ അത്യുന്നത കർദിനാൾമാരോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ വന്ന് കർമ്മങ്ങൾ നിർവഹിക്കേണ്ട സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം ആളനക്കമില്ലാതെ, ഒരു മനുഷ്യൻ പോലും കയറാതെ പ്രേതാലയം പോലെ ആയി തീർന്നിരിക്കുന്ന ഈ ദുരന്തം, ഈ ദുരവസ്ഥ നമ്മൾക്ക് കാണാനുള്ള സങ്കടകരമായ ആ ഒരു സമയം നമ്മൾക്കുണ്ടായി എന്നുള്ളത് അത്യന്തം വേദനാജനകമാണ്. സഭയുടെ ആസ്ഥാന ദേവാലയം അടച്ചിടാൻ തിന്മയുടെ ശക്തികൾ ഇവിടെ പല സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പലവിധമായ സഭാദ്രോഹ നടപടികൾ ഏർപ്പെട്ട് സഭയുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകിക്കൊണ്ട്, പുരോഹിതർക്ക് പോലും ദുർമാതൃക നൽകിക്കൊണ്ട് ചില കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയ ചില വൈദികർ, പ്രത്യേകിച്ച് ബസിലിക്കയിലെ മുൻ വികാരിയായ മണവാളനച്ചൻ, അതുപോലെ എറണാകുളത്തെ 4 പള്ളികളിലെ വൈദികർ കൂദാശ വിലക്ക് നേരിടുന്നവരാണ്. ഈ വിലക്ക് പോലും മറികടന്ന് തങ്ങളോടല്ല വിലക്കിയത്, സഭയല്ല വിലക്കിയത്, എന്തോ ഒരു വഴിപോക്കൻ പിച്ചുംപയും പറയുന്ന ലാഘവത്തോടെ എടുത്തുകൊണ്ട് പലരും ഇന്ന് ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങളിൽ അവരാണ് കാർമ്മികത്വം വഹിച്ചത്. ഈ പാപകടങ്ങൾ തീർക്കാനാവുന്ന പാപകടങ്ങളാണോ എന്ന് സഭയുടെ നേതൃത്വം വിശ്വാസികളെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ബസലിക്ക ഇടവകയിൽ ഒരു തിരുക്കർമ്മങ്ങൾ പോലും നടത്താതെ അടച്ചിട്ട് ബസലിക്കയിലെ വിശ്വാസികൾ തങ്ങളുടെ കൊച്ചു കോൺവെന്റ്, പള്ളിയോട് കുറച്ച് ദൂരെയുള്ള സാൻ ജോസ് കോൺവെന്റിലാണ് ഇന്ന് തങ്ങളുടെ ഓശാന ഞായറിന്റെ തിരുക്കർമ്മങ്ങൾ ആചരിച്ചത്. താരതമ്യേന പരിമിതികളോടെ ഉള്ള ഒരു കൊച്ചു ചാപ്പലിലാണ് അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ തരിയഞ്ഞാളിത്തച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ഇന്ന് ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ നടന്നത്. പക്ഷേ അനുകൂല കാലാവസ്ഥ നൽകി ദൈവം അനുഗ്രഹിച്ച ദിവസം കൂടിയായിരുന്നു ഇന്ന്. കാരണം പുലർച്ചെ പെയ്ത മഴ ചൂടിൻ്റെ കാഠിന്യം കുറച്ച് കാർമേഘം മൂടി അന്തരീക്ഷമായതിനാൽ വെയിലിൻ്റെ ചൂടേറ്റ് ആരും തളർന്നില്ല. ഇതൊക്കെ നമുക്ക് ദൈവം നൽകിയ ഒരു വരദാനമാണ്. ഇന്നത്തെ ദിവസത്തെ വളരെയധികം അനുഗ്രഹിച്ചുകൊണ്ട് സഭാവിശ്വാസികൾ ഏറ്റെടുത്ത ത്യാഗത്തെ ദൈവം സ്വർഗത്തിലിരുന്ന് കയ്യപ്പെട്ട് തങ്ങളുടെ മക്കൾക്ക് ഒരു ക്ഷീണം പോലും വരുത്താതെ ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ ആചരിക്കാൻ വേണ്ടി ദൈവം ഇന്ന് അനുഗ്രഹിച്ച് ബസിലിക്ക ഇടവകയെ വിട്ട ദിവസമായിരുന്നു ഇന്ന് എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കും എറണാകുളത്തെ അറിയുന്നവർക്കറിയാം, ഇത്രയും ചൂടുള്ള ഒരു ദിവസമായിരുന്നിട്ട് പോലും അനുകൂലമായ കാലാവസ്ഥ നൽകി ദൈവം ആ തിന്മയുടെ ബാഹ്യശക്തിയെ തകർത്തെറിയുന്ന കാഴ്ച. ഇതുപോലെ മുമ്പോട്ട് നമ്മുടെ സഭയുടെ വിജയം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. നമ്മുടെ ഒരു സഭയും ഒരു ആരാധനക്രമവും എന്ന നിലയിലേക്ക് വരാൻ ഈ വലിയ ആഴ്ചയിലെ പ്രാർത്ഥനകളാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഈ വലിയ ആഴ്ചയിലെ ത്യാഗപൂർണമായ നോയമ്പും ത്യാഗപൂർണമായ തിരുക്കർമ്മങ്ങളിലുള്ള സജീവ പങ്കാളിത്തവും വഴി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അവിടുന്ന് നടത്തിത്തരും. നമ്മളുടെ ബസലിക്ക ദേവാലയം തുറക്കും. ബസലിക്ക ദേവാലയത്തിൽ സാധാരണ പോലെ എല്ലാ വിശ്വാസികളും തോളോട് തോൾ ചേർന്ന് പുതിയ ഒരു നവ ദേവാലയ അതിലെ സാന്നിധ്യവും സഹകരണവും എല്ലാം കൊണ്ടും
ഒരു പുതിയ അന്തരീക്ഷവും പുതിയ ആരാധനയും ഇവിടെ വരും. പുതിയ ഒരു സഭ പഠിപ്പിക്കുന്നത് പോലെ ഏകീകൃത വിശുദ്ധ കുർബാനയിലേക്ക് നാം എല്ലാവരും നടന്നെടുക്കും എന്ന് ഇന്നത്തെ ഈ ദിവസത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഇടവകയെ സഭാവിരുദ്ധ ശക്തികൾ ഒന്നു ചേർന്ന് തകർത്തെറിഞ്ഞ് ചവിട്ടിക്കീറിയപ്പോൾ സഭയാണ് വേദനിച്ചത്, അതുവഴി ക്രിസ്തുവാണ് വേദനിച്ചത്. ഈ ഒരു ലക്ഷ്യം സഭയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സമ്പത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആയിരിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ വലിയ ആഴ്ചയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെല്ലാവരും മാനസാന്തരപ്പെട്ട് ഒരു ദേവാലയവും ഒരു ആരാധനക്രമവും എന്ന സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരാനാണ് ഈ വലിയ ആഴ്ചയിലെ നമ്മളുടെ ത്യാഗങ്ങൾ നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഇന്നത്തെ ഓശാന ഞായറിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ദൈവം സമൃദ്ധമായി ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ച് കണ്ടതാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.